തെക്കൻ സുഡാനിൽ പട്ടിണിയിൽ എല്ലും തോലുമായ പെൺകുട്ടിക്കരികിൽ വന്നു നിൽക്കുന്ന കഴുകന്റെ ചിത്രം ആരും മറന്നു കാണില്ല. കെവിൻ കാർട്ടർ പകർത്തിയ ചിത്രം മനസ്സിലുണ്ട്. പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിയാതെ ചിത്രം പകർത്തിയ കെവിൻ കാർട്ടർ പിന്നീട് വിഷാദ രോഗത്താൽ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ദുരന്തമുഖത്തെ റിപ്പോർട്ടിങ്ങിനിടയിൽ കെവിൻ കാർട്ടർ എന്നും ഒരു ഓർമ്മയാണ്. വാർത്തയും ദുരന്തവും മുഖാമുഖം നിന്നാൽ ഒന്നിനെ കൈവിട്ട് മറ്റൊന്നിനെ കൈപിടിക്കുക ഏറെ ശ്രമകരമായ ദൗത്യം. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് 2ാം ദിനം. രക്ഷാപ്രവർത്തകരെല്ലാം മണ്ണിനടിയിൽപ്പെട്ട ജീവനുകളും തിരഞ്ഞുള്ള ഓട്ടത്തിലാണ്. അതിനിടയിലാണ് പശുക്കിടാങ്ങളുടെ കരച്ചിൽ എങ്ങുനിന്നോ കേട്ടത്. പിന്നീട് ആ മരണക്കരച്ചിൽ തേടി കണ്ടെത്തി. ദുരന്തത്തിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുള്ള 3 പശുക്കിടാങ്ങൾ ഇവിടെ ഈ ലയങ്ങളിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇതിന് ചുറ്റിപ്പറ്റി കിടക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇവിടെ താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ താമസിച്ചിരുന്നവരോ വളർത്തിയതാണ്. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഈ പശുക്കിടാങ്ങൾ പെടുകയും ഇവർക്ക് തൽക്കാലം ഈ പ്ലാവിലയൊക്കെ ഇട്ടുകൊടുത്ത് അല്പം ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ പ്ലാവിലയാണ് രക്ഷാപ്രവർത്തകരോടൊപ്പം ചേർന്ന് ആ കന്നുകാലികൾക്ക് ആദ്യം നൽകിയത്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വാർത്ത ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം പലരും സ്റ്റുഡിയോയിൽ വിളിച്ചു പറഞ്ഞു. ആദ്യമൊക്കെ വല്ലാത്ത പേടി തോന്നി. ചെയ്ത കാര്യം അപകടമായോ എന്ന് ആശങ്കപ്പെട്ടു. പക്ഷേ അവശതയെ അതിജീവിച്ച് ആരോഗ്യത്തോടെ അവ നിൽക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ആശ്വാസമായി. ഉറ്റവരെ നഷ്ടപ്പെട്ട വളർത്തുനായകൾ മൺകൂനകളെ പ്രതീക്ഷയോടെ നോക്കുന്ന കാഴ്ച ദുരന്തത്തോളം വേദനയായിരുന്നു. അവയിൽ പലതും ബെയിലി പാലം കടന്ന് വർഷത്തിനിപ്പുറമെത്തിയ നമ്മളെ അതേ പ്രതീക്ഷയോടെ തന്നെ നോക്കുന്നു. റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.